ചേട്ടന്റെ ആരോഗ്യ പ്രശ്നം വെച്ചിട്ട് അധികം വെയിറ്റ് കൂടരുതെന്ന് ഡോക്ടർ കർശനായിട്ട് പറഞ്ഞു. അപ്പൊ ഒരുവിധം നല്ലപോലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. കണ്ടപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പ്രായം വരുമ്പോ കുറെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. സാറിന് എന്ത് പറ്റിയതാ? പഴയ ഒരു സാറിന് കാണാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് ഷുഗർ കുറച്ച് കൂടിയപ്പോ ഡോക്ടർമാര് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞതാണ്. നമുക്ക് പൈസയൊക്കെ വേണമെങ്കിൽ ഒരുപാട് വരും, പക്ഷെ ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ആരോഗ്യം സർവ്വധനത്താൽ പ്രധാനം പറയുന്നത് അതാണ്. സാറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നലെ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും അവിടെ നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നു. ഞാൻ ഇത്ര വലിയ ആളാന്നുള്ള മനസ്സിലായത് ഇപ്പോഴാണ്. എല്ലാരും കമന്റ് ഇടുന്നത് അവർക്കൊക്കെ ഭയങ്കര വിഷമം തോന്നി എന്നാ പറയുന്നത്. സാറിനെ ഈ രൂപത്തിൽ കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നുന്നു എന്നാ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി, ഒരുപാട് പേരുടെ സ്നേഹം കിട്ടുന്നുണ്ട്. സർവശക്തനോട് ഞാൻ നന്ദി പറയുകയാണ്. രാജേന്ദ്രൻ ചേട്ടന്റെ ഈ അവസ്ഥ കണ്ടിട്ട് വിഷമം വരുന്നു. ഒരുമാതിരി ഓവർ ഡ്രിങ്ക് ചെയ്യുന്നവരെ പോലെ. എന്താ ഇത്? നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് വന്നാൽ പോലും, എന്റെ അമ്മയുടെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ പോലും അതിനകത്തൊരു നെഗറ്റീവ് കമന്റ് നമ്മൾ വിചാരിക്കും അത് അവർക്ക് ഭയങ്കര സംതൃപ്തിയാ. ആ സംതൃപ്തി നിലനിൽക്കട്ടെ എന്ന് വിചാരിക്കും. നമുക്കത് തോവാതിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ചേട്ടന് ഇങ്ങനെ പറഞ്ഞു. അത് ആധികാരികമായിട്ട് ഇയാൾ എഴുതിയിട്ട് ഇന്ന പോലെയുള്ള ആൾക്കാരെ ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും ആധികാരികമായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? വേറെ ഊഹം വെച്ച് നിങ്ങൾ എഴുതും. അപ്പൊ ഒരുപാട് പേര് ആണോ 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 എന്ന് ചോദിച്ചിരുന്നു. വെറുതെ പറയുന്നത്, അതൊക്കെ വെറുതെ നെഗറ്റീവ് പറയുന്ന ആളാണ്. അതെ, ഇതുപോലെ ആ വീഡിയോക്ക് താഴെ വന്ന കുറച്ച് കമന്റ്സ് ആണ് ഇതൊക്കെ. സാറ് ഡ്രിങ്ക് ചെയ്തിട്ടാണ് സാറിന് ഈ ഒരു അവസ്ഥ വന്നു എന്നാണ് ചിലർ പറയുന്നത്. ഹെൽത്ത് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹെൽത്ത് ഓക്കെയാണ് കംപ്ലീറ്റ്. ഇത്ര വലിയ നാടൻ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും. അതെ, 40 ദിവസമായിട്ട് ഞാൻ അതിന്റെ പുറകിലാണ്. ഇത്രയും ആരാധകർ സ്നേഹിക്കുന്ന ഇത്രയും മനുഷ്യരുണ്ടെന്ന് മനസ്സിലാവുന്നത് അതൊക്കെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നിയില്ലേ? പിന്നെ അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഹെൽത്ത് അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മളങ്ങനെ ഒരു കൺട്രോൾ ഡയറ്റിൽ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന അനാവശ്യമായ അനാവശ്യമായ വണ്ണവും അനാവശ്യമായ കൊളസ്ട്രോൾ ഇതെല്ലാം നമ്മൾ കുറച്ച് നിർത്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത. പക്ഷെ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്, കന്യാദാനത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഈ നാടകം എന്ന് പറഞ്ഞാൽ 2-2.5 മാസമായിട്ട് ഇരട്ട വിളക്കം നിന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്തു. അവർക്കൊക്കെ നല്ല നമുക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം. ഈ സന്തോഷമാണ് നമ്മുടെ ആരോഗ്യം. എത്രത്തോളം നാൾ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും, എത്രത്തോളം നാൾ ആരോഗ്യമായിട്ട് ഇരിക്കാൻ പറ്റും എന്നാണ് കേട്ടിട്ടുള്ളത്. നിങ്ങളിത് ലവ് മാരേജ് ആണ്, എങ്ങനെയാ കണ്ടുമുട്ടിയെന്നൊക്കെ സാറിന് പറയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ കുത്തി ചോദിച്ചെടുത്തതാ. മാമിന്റെ പറയാൻ താല്പര്യം, അത് ഓർക്കാൻ പോലും താല്പര്യം. ഫസ്റ്റ് കാണുമ്പോഴത്തേക്ക്, അതായത് ആദ്യം ഞങ്ങൾ കണ്ടു, അന്ന് ഞാൻ ചിരിച്ചു, ഇദ്ദേഹം ചിരിച്ചില്ല. രണ്ടാമത് വീണ്ടും നമ്മള് കാണാം എന്ന് പറഞ്ഞു. കാണുമ്പോൾ ഞാൻ ചോദിച്ചു, എന്റെ മനസ്സ് മുഴുവൻ കരിപ്പ് കിടപ്പുണ്ട്. ഇദ്ദേഹം നമ്മളെ വളരെ അവജ്ഞയോടുകൂടിയാണ് നോക്കിയതൊക്കെ. പരിചയപ്പെടുത്തുമ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് സാമാന്യ മര്യാദയ്ക്ക് നമ്മൾ അത്രയും പറയും. അല്ലെ ഒന്ന് പുഞ്ചിരിക്കെങ്കിലും ശരി, ഇത് ഇങ്ങനെ കാണിച്ചു ചേട്ടൻ. അപ്പൊ പിന്നീട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ അത് ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ ഒരു ആക്സിഡന്റ് ആയിട്ട് കണ്ടപ്പോ ഞാൻ ചിരിക്കുന്നത്. പക്ഷെ ചിരിച്ചു പോയി. ഞാൻ കണ്ടു ഞാൻ ചിരിച്ചു. അപ്പൊ ഇദ്ദേഹം ചിരിച്ചു. ആദ്യം പിന്നെ അന്നൊക്കെ വേർപിരിയേണ്ടി വന്നിട്ടില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള പട്ടാഭിഷേകം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വില്ലൻ കഥാപാത്രമാണ് രാജേന്ദ്രൻ സർ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് സർ വിശേഷം? ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സാറിന് എന്ത് പറ്റിയതാ? പഴയ ഒരു സാറിന് കാണാൻ പറ്റുന്നില്ലല്ലോ, വയസ്സായതാണോ, അസുഖം പറ്റിയതാണോ? അപ്പം അതിനൊരു ആൻസർ കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. എനിക്ക് ഷുഗർ കുറച്ച് കൂടിയപ്പോ ഡോക്ടർമാര് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞതാണ്. അതാണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം തടി കുറച്ചതാണ്. പക്ഷെ പഴയ ലുക്കിന്നൊക്കെ ഒരു ഭയങ്കര ചേഞ്ച് വന്നല്ലോ. പ്രായം കൂടി വരില്ലേ. ഇപ്പൊ നിലവിൽ എത്ര വയസ്സുണ്ട് സാറിന്? അത് പറയാൻ പാടില്ല, സിനിമ നടന്മാര്. നമ്മള് സൗന്ദര്യം വളർത്തണം എന്നാണല്ലോ, പ്രായം പറയാൻ പാടില്ല.
എത്ര പ്രായമുണ്ടെങ്കിലും ചെറുപ്പക്കാരനാണെന്ന് പറയണം. അതെ, അതാണ് സിനിമ താരങ്ങളുടെ രഹസ്യം. സാറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നലെ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും അവിടെ നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നു. ഞാൻ ഇത്ര വലിയ ആളാന്നുള്ള മനസ്സിലായത് ഇപ്പോഴാണ്. ഇതുവരെ അറിയില്ലായിരുന്നു സാർ അത്രയും വലിയ ഒരാളാണ്. എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി, ഒരുപാട് പേരുടെ സ്നേഹം കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര വിഷമമാണ്. പ്രത്യേകിച്ച് മീഡിയ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം മീഡിയ ഞാൻ അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരുവിധ കുഴപ്പങ്ങളിലും ഇതുവരെ ദൈവം സഹായിച്ചിട്ട് ഞാൻ പെടാത്ത ഒരാളാണ്. അപ്പൊ അതിന് സർവശക്തനോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു രംഗമാണല്ലോ ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോ സാറിന് എന്താ തോന്നുന്നു ഇത്രയും പേരുടെ സ്നേഹം ഒരുമിച്ച് കിട്ടുമ്പോ? അല്ല, അത് നമ്മള് എത്രയോ വർഷങ്ങളായി ക്യാമറയിൽ മുന്നിൽ നിന്നതിന്റെ ഒരു പാരിതോഷികമാണ് അവര് നമുക്ക് തരുന്നത്. എല്ലാരും കമന്റ് ഇടുന്നത് അവർക്കൊക്കെ ഭയങ്കര വിഷമം തോന്നി എന്നാ പറയുന്നത്. സാറിന് ഈ രൂപത്തിൽ കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അവർക്ക് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി, അവർക്ക് ഇത് ചെയ്തു. അപ്പൊ ഒരു ഡോക്ടർ പറയുന്നത് നമ്മൾ അനുസരിക്കണ്ടേ? ഉറപ്പായിട്ടും. അപ്പം സാറിന് അല്ലാത്ത തരത്തിലുള്ള പ്രത്യേകതര അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല? ഷുഗറിന്റെ ചെറിയൊരു അസുഖം മാത്രമേ. സാറ് ശരിക്കും ഇപ്പൊ സിനിമ ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഞാനൊരു 40 വർഷമായി. 40 വർഷമായി. 40 വർഷമായിട്ട് ഇപ്പോഴും മലയാളി പ്രേക്ഷകർ മറക്കാതെ ഓർത്തിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഡയറക്ടർമാർക്ക് ക്രെഡിറ്റ്. സാർ എപ്പോഴും ഞങ്ങൾ ഓർത്തിരിക്കുന്ന സാറിന്റെ വില്ലൻ കഥാപാത്രങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ട് വില്ലൻ കഥാപാത്രം മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം? അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ ഗവൺമെന്റ് ഉദ്യോഗമല്ലല്ലോ. നമ്മൾ തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് ആ പ്രൊഡ്യൂസർമാര് നമ്മളെ അങ്ങനെ കാണും. പിന്നെ ഞാൻ പ്രണയവർണ്ണങ്ങളൊന്നും വില്ലൻ ക്യാരക്ടർ അല്ല, അതിലൊക്കെ വളരെ ഇതായിട്ടുള്ള ഇതല്ലേ. പിന്നെ മഞ്ജു വാര്യരായിട്ട് ഞാൻ എത്രയോ സിനിമകൾ അടുപ്പിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ദയയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ആ കാലഘട്ടവും ഈ കാലഘട്ടവും മാറി വല്ലാതെ. കാരണം അന്ന് ഇപ്പോഴത്തെ സിനിമകളും മോശമല്ല, ഇപ്പോഴത്തെ സിനിമകളും നല്ല സിനിമകളാണ്. ഈ ചെറുപ്പക്കാര് പിള്ളേര് നല്ല കഴിവുള്ള പിള്ളേരാണ്. അല്ലാണ്ട് നമ്മുടെ കാലത്ത് മാത്രം നല്ലത് ഇപ്പൊ മോശം എന്നങ്ങനെ പറയുന്നത് ശരിയല്ല. സാറിന് ഇപ്പം ഏറ്റവും ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഇപ്പോഴും ഏതായിരിക്കും മനസ്സിൽ ഓർമ്മയുള്ള ഒരു? അത് ഒരിക്കലും പറയാൻ പാടില്ല. എന്താ കാരണം വെച്ചാല് എനിക്ക് എല്ലാ ഡയറക്ടേഴ്സും ഒരുപോലെയാണ്. അപ്പൊ ആ കഥാപാത്രം നന്നായി എന്ന് പറഞ്ഞാൽ മറ്റേ ഡയറക്ടർ സാറിന്റെ അഭിനയത്തിൽ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു ഇഷ്ടം. ഞാനിപ്പോ ഇതിലായാലും കളിയാട്ടത്തിലായാലും വീണ്ടും ചില വീട്ടുകാര്യങ്ങളായാലും ജോഷിയുടെ സിനിമ എല്ലാം അവര് എന്നെ എനിക്ക് എന്തോ ഒരു കള്ളത്തരല്ല, ഞാൻ നല്ലൊരാളാന്നാണ് അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും സാർ നല്ലൊരാളല്ലേ? അല്ല, അത് വേറെ കാര്യം. അപ്പൊ അതിലെന്തോ ഒളിഞ്ഞിരിക്കുന്നില്ലേ? ഇങ്ങനെയാണ് സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. പറയൂ. ഇല്ല, അങ്ങനെയില്ല. അപ്പൊ അവരൊക്കെ വിചാരിക്കുന്ന നല്ല മാന്യൻ. പിന്നെ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള ആള് ഞാനാണ് മലയാള സിനിമയില്. സാർ എന്തൊരു പഠിച്ചിട്ടുണ്ട്? ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പറഞ്ഞ വലിയൊരു ഇതുണ്ട്, മനസ്സിലായ ഡൽഹിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ഈ സിനിമക്കാർക്ക് അറിയില്ല. ഈ സാധനം സിനിമയിൽ അഭിനയിക്കുന്നൊന്നും വേണ്ടല്ലോ. അതെ, സിനിമയിൽ എനിക്ക് അത്ര വലിയ കഴിവ് വേണ്ട. ഇവിടെ നാടകത്തിൽ അഭിനയിക്കാൻ കഴിവ് വേണം. അത് കളിച്ച കളിയല്ല. ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാളും ഭയങ്കര പാടാണോ ഈ നാടകത്തിൽ? ഭയങ്കര ബുദ്ധിമുട്ടാണ് നാടകത്തിൽ അഭിനയിക്കാൻ. അതാ പണി അറിയണം. അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ പണി അറിയണ്ടേ? അല്ല, അതല്ല, കൂടുതൽ പണി അറിയണം നാടകത്തിൽ അഭിനയിക്കാൻ. അത് നമ്മൾ ലൈവായിട്ട് അഭിനയിക്കുന്നതുണ്ട്. ലൈവായിട്ട് അഭിനയിക്കുന്നത് അവിടെ വേറെ ഒന്നുമില്ലല്ലോ. നമ്മളെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. നമ്മൾ ലൈവായിട്ട് പച്ച മനുഷ്യരുടെ മുമ്പിലാണ് നമ്മളിത് അഭിനയിക്കുന്നത്. നമ്മളെന്തായാലും കുഴപ്പം പറ്റിയ അവരപ്പം കൂവും, ഏറ്റുപോവും. അങ്ങനെ സാറ് നാടകം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കൂവ് കിട്ടിയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടില്ല? നാടകം ചില നാടകങ്ങൾ കാളിദാസൻ തന്നെ പൊട്ടിപ്പോവും. അപ്പൊ ആളുകൾ അത് മനസ്സിലാക്കുമ്പോൾ ആളുകളെ മനസ്സിലാക്കി ഒന്നുകിലും നമ്മളത് ആ നാടകം അവിടെ സ്റ്റോപ്പ് ചെയ്യും. സാറിന്റെ അതും ഒരു ലവ് മാരേജ് ആണോ? ആലോചിക്കുന്നത് എന്താ അതിനത്രയ്ക്ക്? ഇല്ല, അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും പറയാം. അറേഞ്ച്ഡ് മാരേജ് ആണ്. ഇതുവരെ ആ സത്യം പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ പറയണം. ഇല്ല, അങ്ങനെ ഇല്ല. കാരണം ഞാൻ ഇവരെ ഈ അരനാട്ടുകാരുടെ സ്കൂളിലാണ് ഈ സന്ധ്യ പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരാൾ അവിടുത്തെ ഒരു സാറാ, രാജു എന്ന് പറയുന്നത്, തമിഴ്നാ. അപ്പൊ അവനെ കാണാൻ ഇടയ്ക്ക് പോവാറുണ്ട് അവിടെ.
പിന്നെ ഞാനവിടെ അപ്പോൾ ശങ്കരപ്പിള്ള സാർ എപ്പോഴും എന്നോട് പറയും ഇങ്ങനെ അവിടെ ഒരു സാറായിട്ട് ഇങ്ങനെ നിൽക്കാം. എനിക്ക് ആ പരിപാടി വളരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടി. ആളുകളെ പഠിപ്പിക്കാന്ന് പറയുന്നത് അങ്ങനെ കണ്ടു. അത്ര കണ്ട് പിന്നെ നമ്മള് പരസ്പരം അന്വേഷിച്ചിട്ട് കല്യാണം കഴിച്ച തന്നെയാണ്. അപ്പോഴും ഭാര്യയുടെ സഹോദരൻ മുകേഷ് ഏട്ടൻ സിനിമാ നടനായിരുന്നോ? ഇല്ല ഇല്ല ആയിരുന്നില്ല. ഈ ശരിക്കും സാറ് ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണോ മുകേഷ് ഏട്ടൻ വന്നത്? സാറ് കൈപിടിച്ച് കൊണ്ടുവന്നതാണ്? വേറെ വഴി വന്നതാണ്. അപ്പൊ ശരിക്കും സാറ് പറയുന്നത് സാറിന്റെ അത്ര വിദ്യാഭ്യാസം നമ്മുടെ സിനിമാ ഫീൽഡിൽ ആർക്കില്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ മാതിരി ഈ രംഗത്തുള്ള വിദ്യാഭ്യാസം, ഒരു നാഷണൽ സ്കൂൾ ഡ്രാമ പാസ്സാവുക, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാസ്സാവുക, അത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെയാണ്. സാറിന് ഈ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടില്ലേ? അതിൽ ഏറ്റവും കൂടുതൽ സഹനടനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നായക നടൻ ആരായിരിക്കും കൂടെ അഭിനയിച്ചതില്? കൂടെ അഭിനയിക്കുന്നവരൊക്കെ നല്ല ആളല്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും അവരൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആക്ടേഴ്സാണ് അഭിനയിക്കാനായിട്ട്. കൂടെ നമ്മളെ എത്രമാത്രവും നമ്മളെ പ്രോത്സാഹിപ്പിക്കും. അത് ഇതൊരു ഗിവ് ആൻഡ് ടേക്കിംഗ് പരിപാടിയാണ്. അപ്പൊ അതിന് ഇവരൊക്കെ ഇപ്പൊ ഞാനിപ്പോ രണ്ടുപേരെ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുമാതിരി ഏറ്റവും വലിയൊരു ഫാന്റാസ്റ്റിക് ആക്ട്രസ് ആണ് മഞ്ജു വാര്യർ. ഇപ്പം നമ്മൾ ഈ സ്ക്രീനിൽ മാത്രമേ മഞ്ജു വാര്യറിനെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ പേഴ്സണലായിട്ട് എങ്ങനെയാണ് ഇപ്പൊ സാറിന് അഭിനയിച്ചതില് ഒരു മഞ്ജു വാര്യറിന്റെ ഒരു പേഴ്സണൽ ലൈഫ് എങ്ങനെ ഇഷ്ടപ്പെട്ടത്? മഞ്ജു വാര്യറിന്റെ നാട്ടുകാരിയാണ്. എന്റെ കൃഷി സ്ഥലത്തിന്റെ അവിടെയാണ് അവൾ താമസിക്കുന്നത്. വളരെ നല്ല പെൺകുട്ടിയാണ്. അവൾക്ക് വേറെ അങ്ങനെ യാതൊരു ഈഗോ മറ്റേതൊന്നുമില്ലാത്തൊരു. ഈ പല സിനിമയിൽ അഭിനയിച്ചവർ പറഞ്ഞിട്ടുണ്ട് ഈ തരുന്ന ഡയലോഗുകളല്ലാതെ ഞങ്ങൾ കയ്യിൽ നിന്ന് പല ഡയലോഗുകൾ ഇടാറുണ്ട്. ചിലപ്പോ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അത് വരും, അതിപ്പോ എല്ലാത്തിനും വരുമല്ലോ. സാറിന് എങ്ങനെ എപ്പോഴെങ്കിലും ഡയലോഗ് മിസ്സായിട്ട് കയ്യിൽ നിന്നിട്ട് ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നോ? അത് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ അത് നല്ല ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കും. ചില ആളുകൾ ഇങ്ങനെ ഇപ്പോഴത്തെ എല്ലാ ഡയറക്ടേഴ്സ് പിള്ളേരും നല്ല മിടുക്കന്മാരാണ്. പുതുതായിട്ട് ഒരുപാട് ഡയറക്ടേഴ്സ് വരെയും ചെയ്തു. പിള്ളേരൊക്കെ നല്ല മിടുക്കന്മാർ. അപ്പൊ സാറിനിപ്പം വീട്ടുകാർ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞു, അവരങ്ങനെയാണ് ആഗ്രഹിച്ചത്. അതിനുശേഷം സാറ് സിനിമയിലേക്ക് വന്നു. അപ്പൊ ആ സമയത്ത്, ഇക്കാലത്തല്ല, ആ സമയത്ത് പണ്ടുകാലത്ത് സാറിന് അഭിനയിക്കുമ്പോ അതിനുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു? ലൈക്ക് കാരണം ഞാൻ അവിടുത്തെ തൃശ്ശൂരത്തെ ഏറ്റവും വലിയൊരു മുതലാളിയുടെ മകനാണ് ഞാൻ. അവിടുത്തെ ഏറ്റവും വലിയ മുതലാളിയുടെ മകനാണ്. ഏങ്ങൂർ അയ്യപ്പൻ എന്ന് പറയുന്ന വലിയൊരു മുതലാളിയുടെ മകനാണ് ഞാൻ. അപ്പോൾ സാറിനും തിരിഞ്ഞും പിരിഞ്ഞും ഒന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതുപോലെ സാമ്പത്തികമായി രക്ഷപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ സിനിമയില്? എപ്പോഴും ഉണ്ട് ഇഷ്ടംപോലെ. അവരെ ഇപ്പോഴും എന്തുകൊണ്ടായിരിക്കും സിനിമയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്? അതൊരു മാനസിക രോഗ. സിനിമ എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണ്. അത് പിടിപെട്ട അവന് പോവില്ല. സാറിന് ആവുന്ന കാലം വരെ സിനിമയിൽ അഭിനയിക്കാനാണോ? അങ്ങനെയില്ല. സിനിമ മാത്രമല്ല ഒരു ജീവിതോപാധി. സിനിമ അഭിനയിക്കും. മറ്റേ ഞങ്ങളുടെ തിയേറ്റർ ഉണ്ട്. ഞങ്ങൾക്ക് വേറെ പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഏറ്റവും വലിയ അഡ്വർടൈസിങ് ഏജൻസി ഞങ്ങളുടെയാണ്. അതായത് ചാനലുകാർക്ക് പൈസ കൊടുക്കുന്ന പരിപാടിയാണ്. അതൊക്കെ നമ്മളാണ്. ഞാനാണ് അതിന്റെ എല്ലാത്തിന്റെയും ചെയർമാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പുതിയ തലമുറയിലെ പിള്ളേർ ഭയങ്കര ബോൾഡാണ്. രാജേന്ദ്രൻ ചേട്ടന്റെ ഈ അവസ്ഥ കണ്ടിട്ട് വിഷമം വരുന്നു. ഒരുമാതിരി ഓവർ ഡ്രിങ്ക് ചെയ്യുന്നവരെ പോലെ. എന്താ ഇത്? വെറുതെ പറയുന്നത്, ഇതൊക്കെ വെറുതെ നെഗറ്റീവ് പറയുന്ന ആളാണ്. അതെ, ഇതുപോലെ ആ വീഡിയോക്ക് താഴെ വന്ന കുറച്ച് കമന്റ്സ് ആണ് ഇതൊക്കെ. സാറ് ഡ്രിങ്ക് ചെയ്തിട്ടാണ് സാറിന് ഈ ഒരു അവസ്ഥ വന്നു എന്നാണ് ചിലര് പറയുന്നത്. ഇല്ല, നീ ഷുഗറാണ് കാരണം. ഷുഗറിന് ഇപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇപ്പൊ കുറവുണ്ടോ? ഹെൽത്ത് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹെൽത്ത് ഓക്കെയാണ് കംപ്ലീറ്റ്ലി. ഇത്ര വലിയ നാടൻ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും. അതെ, 40 ദിവസമായിട്ട് ഞാൻ അതിന്റെ പുറകിലാണ്. ഈ ശരിക്കും നമ്മളെല്ലാരും ഫ്രെയിമിൽ കാണുന്ന സാറ് അല്ലെങ്കിൽ ഫ്രെയിമിൽ കാണുന്ന പല നടന്മാരും അവരുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും പേഴ്സണൽ ലൈഫും എങ്ങനെയാണ്? ഇതുവരെയുള്ള ലൈഫിൽ ഹാപ്പി ആയിരുന്നോ? അല്ല, ഞാൻ തൃശ്ശൂർക്കാരനാണ്. 100% തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർക്കാർക്കുള്ള കുഴപ്പം ആരെയും മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. നിങ്ങൾ തിരുവിതാംകൂർ കുറെ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യും. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല, മൈൻഡ് ചെയ്യില്ല ആരെയും. അതെന്താ? അവിടുത്തെ കൾച്ചറാണോ? അവിടുത്തെ കൾച്ചർ. മലബാറുകാർ അങ്ങനെ.
അതിനെ പലരും ജാടാ ഷോഫ് എന്നൊക്കെ പറയും. ഇല്ലില്ല, അങ്ങനൊന്നും പറയില്ല. അങ്ങനെ ഇതുവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ മറ്റവന്റെ കാര്യത്തിൽ ഞാൻ കൂടുതൽ ഇടപെടാറില്ല. അപ്പൊ നമ്മൾ വന്നപ്പോ മൈൻഡ് ചെയ്തതോ? അല്ല, നിങ്ങളൊരു കൊച്ചു പെൺകുട്ടിയല്ലേ, ഒരു പെൺകുട്ടി ഇത് വന്ന് ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അടിസ്ഥാനപരമായിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞത്. അതാണ് കമ്മ്യൂണിസം. പക്ഷെ ഇപ്പോഴത്തെ കമ്മ്യൂണിസം പല സഹായങ്ങളും ചെയ്യുന്നില്ലല്ലോ. ഇപ്പോഴത്തെ കമ്മ്യൂണിസം പല സഹായങ്ങളും ചെയ്യുന്നില്ലല്ലോ ആൾക്കാർക്ക് വേണ്ടതൊക്കെ. അതൊക്കെ നിങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കേണ്ട. അല്ല സാറ് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയതോട് സംസാരിച്ചെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞതാ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു ശാസ്ത്രമാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ അമ്പലത്തിൽ പോകാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. ആണോ? ആണ്. അത് കമ്മ്യൂണിസം പറഞ്ഞാൽ ഫിസിക്കൽ റിയാലിറ്റി എന്തോ അതിന് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. സാർ അമ്പലത്തിൽ പോവാറുണ്ടോ? ഞാൻ ഈ വർക്കല പോവാറുണ്ട്. അത് അദ്ദേഹം ഒരു എന്താ പറയാ, ഒരു സർവ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു ആളാണ് ശ്രീനാരായണ. അവിടെ പോവാറുണ്ട്. അവിടെ അങ്ങനെ തൊഴിലും കാര്യങ്ങളും ഇല്ലല്ലോ. നിങ്ങൾ വർക്കലയെന്ന്, തിരുവനന്തപുരത്ത് വർക്കലയെന്ന് പോയി നോക്ക്, അവിടെ ആരും തൊഴുന്നില്ല. അപ്പോ നമ്മുടെ രാജേന്ദ്രൻ സാറിന്റെ വൈഫാണ് സന്ധ്യ മാം. ചേച്ചി സ്വാഗതം. അപ്പൊ ഞങ്ങളിവിടെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു കുറച്ചു നേരമായിട്ട്. സാർ ചിരിക്കും സാർ. കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഇവിടെ വരാനും സാറിനോട് സംസാരിക്കാനും കാരണമായത് ഒരു വീഡിയോ ആയിരുന്നു. സാർ അമ്മ അസോസിയേഷനിൽ വന്നിട്ട് വോട്ട് ചെയ്യാൻ വന്ന ഒരു വീഡിയോ മാം കണ്ടിരുന്നു. കണ്ടിരുന്നു. അപ്പൊ ആ വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമന്റ്സും ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പൊ അതിൽ വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാറ് ഓൾറെഡി പഴയ സാറിനേക്കാളും വല്ലാണ്ട് മാറി, വയസ്സായി, ഇപ്പൊ എന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെയുള്ള കുറെ സംശയങ്ങളാണ് കുറെ പേര് പറഞ്ഞത്. സാറിനോട് സംസാരിച്ചു, സാറ് ക്ലിയർ ചെയ്തു. മാമിന് ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയാനല്ലേ? അത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പ്രായം വരുമ്പോ കുറെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ അതുമല്ല, പിന്നെ ചേട്ടന്റെ ആരോഗ്യ പ്രശ്നം വെച്ചിട്ട് അധികം വെയിറ്റ് കൂടരുതെന്ന് ഡോക്ടർ കർശനായിട്ട് പറഞ്ഞു. അപ്പം ഒരുവിധം നല്ലപോലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പൊ നമ്മളത് വളരെ സ്ട്രിക്റ്റ്. അപ്പൊ ഇത്ര വെയിറ്റ് കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ആ ഒരു ഹെൽത്ത് പൂർണ്ണമായി നിൽക്കൂ. കാരണം ആക്ടിങ് ആണല്ലോ നമ്മുടെ പ്രൊഫഷൻ. അപ്പൊ അതിൽ കൂടുതൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഹെൽത്ത് കറക്റ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ കുറെ നാളായിട്ട് അങ്ങനെ ഒരു ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. കുടിക്കുന്ന വെള്ളത്തിന് പോലും അളവുണ്ടെന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്നത്. ഈ പറഞ്ഞ കണക്ക് ഇത്രയും ആൾക്കാർ വിഷമത്തോടൊക്കെ ചോദിച്ചപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം, ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. എന്നാൽ ചില മനുഷ്യരുണ്ട് വലിയ അസുഖമാണ് അല്ലെ മറ്റു അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആധികാരികമായിട്ട് പറഞ്ഞു. അതിന് ഒരാൾക്ക് ഞാൻ മറുപടിയും കൊടുത്തു, അതിനകത്ത് റിപ്ലൈ കൊടുത്തു. ഞാൻ ഒരാൾക്ക് മാത്രം. സാധാരണ ഞാൻ കമന്റുകൾ ശ്രദ്ധിക്കാറില്ല, നെഗറ്റീവും പോസിറ്റീവും കമന്റ്സ് ഒരുപാട് വരും. അതിനൊന്നും നമ്മള് റിപ്ലൈ കൊടുക്കാറില്ല. ചിലപ്പോ ഞാൻ എല്ലാം സമയം ഉണ്ടെങ്കിൽ എല്ലാം ലൈക്ക് അടിച്ചങ്ങ് വിടും. അല്ലാതെ പിന്നെ നെഗറ്റീവ് പറയുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് വന്നാൽ പോലും, എന്റെ അമ്മയുടെ ഒരു ഫോട്ടോ ഇട്ടപ്പോ പോലും അതിനകത്ത് ഒരു നെഗറ്റീവ് കമന്റ് നമ്മൾ വിചാരിക്കും അത് അവർക്ക് ഭയങ്കര സംതൃപ്തിയാണ്. അവർക്ക് ഭയങ്കര സംതൃപ്തിയാണ്. ആ സംതൃപ്തി നിലനിൽക്കട്ടെ എന്ന് വിചാരിക്കും. നമുക്കത് നോവാതിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ചേട്ടന് ഇങ്ങനെ പറഞ്ഞു, അത് ആധികാരികമായിട്ട് ഇയാൾ എഴുതിട്ട് ഇന്ന പോലെയുള്ള ആൾക്കാരെ ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും ആധികാരികമായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? വെറും ഊഹം വെച്ച് നിങ്ങൾ എഴുതും. അപ്പൊ ഒരുപാട് പേര് ആണോ 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 എന്ന് ചോദിച്ചിരുന്നു. അന്നേരം ഞാൻ ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കണമല്ലോ വെച്ചു. എന്ത് റിപ്ലൈ മാം കൊടുത്തത്? ഞാൻ പറഞ്ഞു, നിനക്കെന്നാ ഞാൻ എഴുതിയത്. ആദ്യം എഴുതണമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ട. ഞാൻ ചോദിച്ചു, നിനക്കിതൊക്കെ ഇത്ര ആധികാരികമായിട്ട് എഴുതാൻ സാധിച്ചു? ഊഹം വെച്ചിട്ട് ഒരാളുടെ കാര്യങ്ങൾ പറയാൻ പാടില്ല, ഭയങ്കര തെറ്റാണ്. അറ്റ്ലീസ്റ്റ് അന്വേഷിക്കുക എന്ത് പറ്റിയെന്നുള്ളത്. എന്നിട്ട് നീ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി കമന്റുകൾ താഴെ വന്നിട്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടു. ആ കമന്റിന് വല്ല റിപ്ലൈ വന്നു? പിന്നീട് ഞാൻ നോക്കിയില്ല. പിന്നെ നമ്മൾ തിരക്കായി പോയി, നമുക്ക് ഇത് നോക്കിയിരിക്കാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിടയ്ക്ക് ഇന്ന് നാടക ഉദ്ഘാടനമാണ്. അന്നേരം പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഏറ്റവും അതിന്റെ പറയില്ല. അപ്പം എനിക്ക് അത് എന്താണെന്നുള്ള നോക്കാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ അയാൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ആ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയും ആരാധകർ സ്നേഹിക്കുന്ന ഇത്രയും മനുഷ്യരുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതൊക്കെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നിയില്ലേ? പിന്നെ അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്, ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഹെൽത്ത് അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മളങ്ങനെ ഒരു കൺട്രോൾ ഡയറ്റിൽ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന അനാവശ്യമായ
എന്താ പറയുന്ന അനാവശ്യമായ വണ്ണവും അനാവശ്യമായ കൊളസ്ട്രോൾ ഇതെല്ലാം നമ്മൾ കുറച്ച് ഹെൽത്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത. പക്ഷെ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്, കന്യാദാനത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഈ നാടകം എന്ന് പറഞ്ഞാൽ 2-2.5 മാസമായിട്ട് ഇരട്ട വിളക്കം നിന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴൊക്കെ നല്ല നമുക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം. ഈ സന്തോഷമാണ് നമ്മുടെ ആരോഗ്യം. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് സന്തോഷം. വെറുതെ നമ്മൾ മരുന്ന് കഴിക്കുന്നില്ലല്ല, നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുകയും അതിന് നല്ല അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്യുമ്പോഴാണ്. അപ്പൊ അതെന്തായാലും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. എത്രത്തോളം നാൾ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, എത്രത്തോളം നാൾ ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റും എന്നാണ് കേട്ടിട്ടുള്ളത്. സത്യമാണല്ലേ? നമുക്ക് പൈസയൊക്കെ വേണമെങ്കിൽ ഒരുപാട് വരും, പക്ഷെ ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ആരോഗ്യം സർവ്വധനത്താൽ പ്രധാനം എന്ന് പറയുന്നത് അതാണ്. ആരോഗ്യമായിട്ടിരിക്കാൻ വലിയൊരു കാര്യം. അതുപോലെ ഇതിന്റെ വീഡിയോയിലേക്ക് താഴെ കമന്റ് വന്നൊരു കാര്യമാണ്, സാറ് ഓവർ ഡ്രിങ്ക് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അത് കണ്ടിരുന്നോ? അത് ഞാൻ കണ്ടില്ല. ഇപ്പൊ റിപ്ലൈ കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്ത് റിപ്ലൈ കൊടുക്കും അതിന്? ഒരുമിച്ചിരുന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ കാര്യം ഇത്ര വേഗം അദ്ദേഹം മറന്നു, പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുന്നല്ലോ. വലിയ കാര്യം, ഇതിന് വലിയ റിപ്ലൈ ഇല്ല. ഞാൻ സാറ് എത്ര നിർബന്ധിച്ചിട്ടും പറയാത്തൊരു കാര്യം ഞാൻ ചൂന്നെടുത്തിട്ടുണ്ട്. നിങ്ങളിത് ലവ് മാരേജ് ആണ്, എങ്ങനെയാ കണ്ടുമുട്ടിയെന്നൊക്കെ. സാറിന് പറയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ കുത്തി ചോദിച്ചെടുത്തതാ. പറയുമ്പോ മാമിന്റെ പറയാൻ താല്പര്യം, അത് ഓർക്കാൻ പോലും താല്പര്യം. സാർ വൈഫ് അടുത്തിരുന്നിട്ട് പറയുന്നത് കേട്ടോ, ഓർക്കാൻ പോലും താല്പര്യം ഇല്ലാന്ന്. ദുരന്ത സംഭവം, ദുരന്തങ്ങൾ ഞാനങ്ങനെ ഓർത്തിരിക്കാറില്ല. കണ്ടപ്പോ ഞാൻ ചിരിക്കരുതെന്ന് വിചാരിച്ചതാ, ചിരിക്കുകയും ചെയ്യരുതെന്ന് വിചാരിച്ചു ഫസ്റ്റ് കാണുമ്പോഴത്തേക്ക്. അതായത് ആദ്യം ഞങ്ങൾ കണ്ടു, അന്ന് ഞാൻ ചിരിച്ചു, ഇദ്ദേഹം ചിരിച്ചില്ല. രണ്ടാമത് വീണ്ടും നമ്മള് കാണാം എന്ന് പറഞ്ഞു. കാണുമ്പോൾ ഞാൻ ചോദിച്ചു, എന്റെ മനസ്സ് മുഴുവൻ കലിപ്പ് കിടപ്പുണ്ട്. ഇദ്ദേഹം നമ്മളെ വളരെ അവജ്ഞയോടുകൂടിയാണ് നോക്കിയതൊക്കെ. പരിചയപ്പെടുത്തുമ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് സാമാന്യ മര്യാദയ്ക്ക് നമ്മള് അത്രയും പറയും, അല്ലെ ഒന്ന് പുഞ്ചിരിക്കെങ്കിലും ശരി, ഇത് ചേട്ടൻ. അപ്പൊ അതെന്റെ നമ്മുടെ ചെറിയ പ്രായമല്ലേ, നമ്മളെ മനസ്സിൽ അതൊക്കെ കൊണ്ടു. പിന്നീട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ ഒരു അവജ്ഞയുടെ ഒരു ആക്ഷൻ കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പൊ എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരെ പിന്നെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല ഇദ്ദേഹം എവിടെ എന്താണെന്നൊന്നും. അപ്പൊ അത് ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ ഒരു ആക്സിഡന്റ് ആയിട്ട് കണ്ടപ്പോ ഞാൻ ചിരിക്കരുത്, പക്ഷെ ചിരിച്ചു പോയി. ഞാൻ കണ്ടോട്ടെ ഞാൻ ചിരിച്ചു, അപ്പൊ ഇദ്ദേഹം ചിരിച്ചു. അതിൽ പിന്നെ അന്നൊക്കെ വേർപിരിയേണ്ടി വന്നിട്ടില്ല. അന്ന് ചിരിക്കണ്ടെന്ന് തോന്നിയോ? അന്ന് ചിരിച്ചതാ പ്രശ്നമായിരുന്നു. പറഞ്ഞത് കേട്ടോ, അന്ന് ചിരിക്കണ്ടായിരുന്നു എന്ന്. എല്ലാം ഈ പറഞ്ഞ കാര്യവും എഴുതി വെച്ച കഥ പോലെ. എന്തായാലും നമ്മൾ ഏറെക്കുറെ ഒരുപാട് സമയമായി. അപ്പോ ഈ പറഞ്ഞതുപോലെ ഈ വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. അത് നമ്മൾ പറഞ്ഞ പോലെ അതെ, പരിചയപ്പെടാൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റില്ല, അവർക്ക് നന്ദി അല്ലേ. അപ്പം അതൊന്നും കറക്റ്റ് അല്ല, അല്ലെങ്കിൽ വെറുതെ ഓരോന്ന് പടച്ചു വിടുന്നു എന്ന് മാത്രം. അപ്പം ഒരുപാട് സന്തോഷത്തോടെ ആരോഗ്യവാനായിട്ട് തന്നെ ഇനിയും സിനിമയിൽ തുടരണം. ഇനിയും ഇതുപോലുള്ള കലാകാരന്മാരെ ഞങ്ങള് ഇപ്പോ ചെറുപ്പകാലത്താ കണ്ടു തുടങ്ങിയത്. അപ്പോ ഇപ്പോഴും ഇനിയും വളർന്നു വരുമ്പോഴും കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇനിയും ഒരുപാട് സിനിമകൾ അഭിനയിക്കട്ടെ, അതുപോലെ ചേച്ചിക്ക് ഇനി ഒരുപാട് സിനിമകൾ കിട്ടട്ടെ, നല്ലൊരു നടിയാവട്ടെ, സാറും അതിലൂടെ തുടർന്ന് പോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു.